ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റമദാൻ സീരീസിലെ 11ാമത്തെ ഐറ്റം ഒരു നാടൻ വിഭവമാണ്. വേഗം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മലബാർ, കണ്ണൂർ, കോഴിക്കോട് ഏരിയയിലുള്ള പ്രധാനപ്പെട്ട കുഞ്ഞിപ്പത്തിലാണ്. ഇത് ആർക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അത്രക്കും എളുപ്പത്തിലാണ് ഞാൻ പറയുന്നത്. ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുഞ്ഞിപ്പത്തിൽ ഉരുട്ടാൻ വേണ്ടിയിട്ട് ആമീസിന്റെ പത്തിരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലുള്ളതും എല്ലില്ലാത്തതും കൂടി മിക്സാക്കി എടുത്തതാണ്. നമ്മൾ കൊട്ട് എന്ന് പറയും, കൊട്ടുള്ളതും കൊട്ടില്ലാത്തതും കൂടി മിക്സാക്കി എടുത്തതാണ്. ഇത് എനിക്ക് കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് തന്നതാണ് കേട്ടോ. നല്ല സ്ക്വയർ ടൈപ്പ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലോട് കൂടി മിക്സാക്കി ഉണ്ടാക്കിയാലാണ് സൂപ്പറായിട്ട് ഉണ്ടാവുക, അത് ഏത് ഇറച്ചിയാണെങ്കിലും. അപ്പം ഇത് ഞാൻ അജ്മാൻ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. എക്സ്ട്രാ ഒന്നും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെളുത്തുള്ളി, ഇഞ്ചി ഇത് രണ്ടും കൂടിയിട്ട് എപ്പോൾ എടുക്കുന്നതിൻ്റെ തൊട്ട് 1 ടേബിൾ സ്പൂൺ അളവിലാണ്. പിന്നെ 3 പച്ചമുളക് സാധാരണ ഞാൻ 1 or 2 എടുക്കലുള്ളൂ കേട്ടോ. നല്ല എരിവുള്ള മുളകാണ്. മക്കൾസ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഞാൻ അധികം എടുക്കലില്ല. ഈ പ്രാവശ്യം കുഞ്ഞിപ്പത്തിലിനായതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും, നമ്മൾ മല്ലിച്ചപ്പ് എന്നാണേ പറയുക. ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ മസാലപ്പൊടികളും ഓയിലും ഉപ്പും. ഓയിൽ ഏതെടുത്താലും മേയില്ല, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ. ആദ്യം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലാണ് ഞാൻ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആക്കിയെടുക്കുന്നത്. ഒന്നും ഞാൻ വാട്ടോ ഒന്നും ചെയ്യുന്നില്ല കേട്ടാ. ഇനി ബീഫ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പത്തിൽ ഉണ്ടാക്കിയാൽ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ബീഫ് കൊണ്ടാണ്. പിന്നെ ചിക്കനെ കൊണ്ട് ഉണ്ടാക്കും. ഞാൻ ചിക്കൻ പൊരിച്ചിട്ട് ഇതിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തോലുണ്ട് ഒന്ന് കണ്ടോക്കട്ടാ. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ ഉള്ള സമയത്ത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സൂപ്പറാണ്. ഉള്ളീൻ്റെ എല്ലാം തൊലി കളഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ഉള്ളി നടുകെ കത്തി കൊണ്ടൊന്ന് മുറിച്ചിട്ട് ഈ ഒരു ഐക്കേൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്, ഞാൻ എപ്പം എടുക്കുന്നതാണ്. ഇതിങ്ങനെ നൈസായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് പണി എളുപ്പമാണ്. പിന്നെ കത്തി കൊണ്ട് കട്ട് ചെയ്യുന്നേക്കാളും നൈസ് ഇതിങ്ങനെ കട്ട് ചെയ്താൽ കിട്ടും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 4 കൊല്ലത്തിൻ്റെ മേലെയായി. ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കുകയും ചെയ്തിട്ടാണ്. ഈ ഒരു പീസ് ബാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും വേണ്ടുള്ളൂ, കാരണം വലിയ ഉള്ളിയാണ്. ഇനി തക്കാളി നമുക്ക് മുറിച്ചെടുക്കാം. തക്കാളി എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ, അതിന് കണക്കൊന്നുമില്ല. പിന്നെ എല്ലാം വേവിച്ചെടുക്കുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ തക്കാളി കാണുമ്പോണ്ടല്ലോ മീൻകറിയാണ് ഓർമ്മ വരുന്നത്. നല്ല പഴുത്ത വെള്ളമുള്ള തക്കാളിയാണ്, മീൻകറിക്ക് പറ്റിയതാണ്. കൈകൊണ്ട് പിഴിഞ്ഞിട്ട് മീൻ മുളകിട്ട കറി ഉണ്ടാക്കും. അത് ഈ ഒരു പഴുത്ത തക്കാളി കൊണ്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഉള്ളിയെല്ലാം ഇട്ടിട്ട് വാട്ടിയെടുക്കേണ്ട വരും. അടുത്ത പരിപാടി പച്ചമുളക് മുറിച്ചിടലാണ്. പച്ചമുളക് നീളത്തിൽ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. 3 ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഇപ്പം നോമ്പായതിൻ്റെ ഒക്കെ ആദ്യമായിട്ടാണ് ഞാൻ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുന്നത്. 2 ദിവസം മുന്നേ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചിനേനും, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി കൈ കൊണ്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടിയാണ്, അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ മസാലയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്ത അളവ് കറക്റ്റാണ് കേട്ടോ. ഇനി മല്ലിയിലയും കറിവേപ്പിലയും കൂടി മിക്സ് ആക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല, കാരണം ഇതിൽ തേങ്ങ അരച്ചിട്ടെല്ലാം ഇടുന്നതുകൊണ്ട് ഉപ്പ് കൂടിയാൽ കുഴപ്പമില്ല. കറിക്കാണെങ്കിൽ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോവരുത്, കാരണം ഇറച്ചിയിലെല്ലാം വെള്ളം ഉണ്ട്. അതുകൊണ്ട് പിന്നെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വറ്റിച്ചെടുക്കേണ്ടി വരും, അത് കുറച്ച് റിസ്ക് ആയിരിക്കും. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഇടാൻ മറന്ന ഒരു കാര്യമാണ് കുരുമുളകിൻ്റെ പൊടി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബീഫ് കറിക്ക് കുറച്ചും കൂടി ഒരു ഡാർക്ക്നെസ് കൂടും. ഇനി ഇതെല്ലാം മൊത്തത്തിലൊന്ന് മിക്സാക്കി കുഴച്ചെടുക്കുന്നുണ്ട്. അത് മൊത്തത്തിലൊന്ന് നമ്മൾ വാട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നതാണ്. ഉപ്പെല്ലാം നോക്കി ഞാനിത് മൂടി വെക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റാണ് ബീഫ് വേവാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കുക്കറിൻ്റെ അളവ് പിന്നെ ചെയ്യേണ്ടിയില്ല, കാരണം വേഗം വിസിൽ വരും. അതുകൊണ്ട് അതിൻ്റെ എണ്ണം ഞാൻ പറയുന്നില്ല കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കുഞ്ഞിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത്. ഇതിൽ ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഒരു പത്തിലിൻ്റെ രൂപത്തിൽ. ഞാൻ ഇതിനെ കൊണ്ട് തന്നെയാണ് പരുത്തിപ്പത്തിൽ ചുടുന്നത്. അതായത് ഒറോട്ടിയും ഇതിനെ കൊണ്ട് ചുട്ടെടുക്കാൻ പറ്റും. ഒറോട്ടിയും പരുത്തിപ്പത്തിൻ്റെ എല്ലാം മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തതിൻ്റെ ഒന്ന് കണ്ടോക്ക്. പിന്നെ നെയ്പ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഇൻഷാ അല്ലാഹ് ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും. നമ്മൾ ഓരോ ദിവസവും ഓരോ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കൽ. പ്രത്യേകിച്ചിട്ട് നമ്മളെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്. നോമ്പായി കഴിഞ്ഞാൽ ഓരോ ദിവസം സ്നാക്കായാലും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അങ്ങനെയാണ്.
അങ്ങനെ നമ്മളെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം കേട്ടോ, ഒരു പത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചുട്ടെടുക്കാനും പറ്റും. മക്കൾ സ്കൂൾ പോകുന്ന ടൈമിന് ഞാനിങ്ങനെ കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുലർച്ചക്ക് ചുട്ടുകൊടുക്കലാണ്. പിന്നെ ഇതാ കുഞ്ഞിപ്പത്തിൽ ഞാൻ ഉരുട്ടിയിടുന്ന സ്റ്റീമറാണിത്. ഇത് 3 ഉണ്ട്. ഞാൻ 2 എപ്പോൾ എടുക്കലുള്ളൂ, എന്നാലും വേഗം അതിൽ വെന്ത് കിട്ടും. പിന്നെ ഈ ഒരു അടിയിലത്തെ ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അത് ഗ്യാസുമേൽ വെച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ ഞാൻ ഈ തട്ടെല്ലാം വെച്ച് കൊടുക്കുക. ഇനി തട്ടിൽ നെയ്യൊന്ന് തടവിയിട്ട് ഇത് ഫുള്ളായിട്ട് ഞാൻ ഉരുട്ടിയിടുന്നുണ്ട്. എങ്ങനെയായാലും അത് പറ്റിപ്പിടിക്കൊന്നുമില്ല, നല്ലോണം കിട്ടും കേട്ടോ. ഈ തട്ടിലാക്കിയിട്ടുള്ള നെയ്യെല്ലാം ഒന്ന് എല്ലായിടത്തും ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. എൻ്റെ കൈമേലൊന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് അരി ഉരുട്ടുന്ന ടൈമിന് പറ്റിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നിങ്ങൾ കണ്ടോ, ഇതുപോലെയാണ് ഞാൻ കുഞ്ഞിപ്പത്തിൽ ഉരുട്ടി കൊടുക്കുന്നത്. ചെറിയ ഉരുള എടുത്തിട്ട് ഉള്ളം കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി കൊടുത്തിട്ട് ചൂണ്ട് വിരൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യും. ഇത് വെളിങ്ങനെ ആക്കി എടുക്കും കേട്ടോ. ചിലർ ആണപ്പത്തിലെന്നോ അങ്ങനെ എന്തോ പറയും. ചെറുപ്പം തൊട്ടേ കുഞ്ഞിപ്പത്തിൽ നിന്ന് കേട്ടോണ്ട് എനിക്ക് അതേ വായിൽ വരുള്ളൂ. പിന്നെ പല സ്ഥലത്തും വേറെ രീതിയിലാക്കി എടുക്കും കേട്ടോ. ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ആക്കിയെടുക്കും. കോഴിക്കോട് ജില്ലയിലെ ചിലർ അധികവും കുഞ്ഞിപ്പത്തിൽ വേറെ കറി വേറെ ആക്കിയിട്ടാണ് കഴിക്കൽ. അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കലാന്ന് തോന്നുന്നു ചെയ്യൽ. നമ്മളധികം ഇങ്ങനെ തന്നെ ഒരുമിച്ചിട്ടാണ് ആക്കിയെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ഒറ്റക്കനെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. സാധാരണ മക്കളെ ഹെൽപ്പ് ചെയ്യലുണ്ട്, ഇപ്രാവശ്യം ഓരോന്നും കൂട്ടിയിട്ടില്ല. ഞാനിത് അസറെല്ലാം നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് എപ്പോഴും തുടങ്ങൽ. അതുകൊണ്ട് തന്നെ മക്കൾ നോമ്പെല്ലാം എടുത്തുകൊണ്ട് ടയേർഡായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വരും, എന്താ ഉണ്ടാക്കുന്നത് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ ആവിച്ചെമ്പ് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ, എല്ലാം വെന്ത് കിട്ടും. നേരത്തെ വെച്ച ബീഫ് കറി ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടെങ്കിൽ ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ചത് കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതലാവേനും. ഇനി എല്ലാം കൂടി മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ബീഫെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെന്തടിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റ് വേവാണ്. ഇത് കറിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉലുവ തൂങ്ങിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ ഇതിപ്പോൾ നമ്മൾ നേരെ കുഞ്ഞിപ്പത്തിൽ മിക്സ് ആക്കി കൊടുക്കുന്നതുകൊണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ വെക്കുന്നതാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ കുഞ്ഞിപ്പത്തിലെല്ലാം ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ വീണ്ടും ഇതിലേക്ക് ഉരുട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 തട്ടാണ് ടോട്ടൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് തേങ്ങേൻ്റെ അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ ഒരു സുഖമുണ്ട്, ചിരണ്ടിയിട്ട് നമുക്ക് തേങ്ങ കിട്ടും. നാട്ടിലാണെങ്കിൽ തേങ്ങയെല്ലാം ഉരച്ച് അത് ചിരണ്ടി വെക്കണം, ഫ്രിഡ്ജിൽ സൂക്ഷിക്കലൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഇൻഷാല്ലാ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യണം. അങ്ങനെ എല്ലെന്നും പറയട്ടോ, പക്ഷെ ചെയ്യാനൊന്നും പറ്റില്ല. ഇനി ഞാൻ ഇതിലേക്ക് പെരിഞ്ജീരകവും ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകവും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോവേണ്ട, ഒന്ന് ചാച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ ഒന്നും അരക്കണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. തേങ്ങ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു തേങ്ങ 1.5 കപ്പ് ഉണ്ടാവും. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിച്ച് വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിൽ ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടാന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ആറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. സ്റ്റീമറിന്ന് എടുത്ത വാടനെ ഇടുമ്പം അതൊന്ന് പറ്റി പിടിക്കണം കേട്ടോ. ഒന്ന് വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് തണുത്ത വെള്ളം, പച്ചവെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് അങ്ങ് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ആ പാത്രം എടുത്തിട്ട് ഒന്ന് കുലുക്കണം. നമ്മൾ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിലുള്ള കുഞ്ഞിപ്പത്തിൽ ഒട്ടിപ്പിടിച്ചതെല്ലാം വിട്ട് കിട്ടും. ഞാൻ ഇങ്ങനെ ചെയ്യൽ. സാധാരണ ഇലയെല്ലാം വെക്കുന്ന ടൈമിന് വേറിട്ട് വെക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് വേറിട്ട് കിട്ടും. ഫുള്ളായിട്ടാണിത്. ഇത് ആക്കി ശീലമായുണ്ട്. കുഞ്ഞിപ്പത്തിൽ ഉരുട്ടൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ കാര്യമാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കും കേട്ടോ. മക്കൾക്കും അത് ഉണ്ടാക്കുന്ന അറിയാം. അങ്ങനെ നേരത്തെ അരച്ച അരപ്പാണിത് തേങ്ങേൻ്റെ. അതും ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലാണ് മൊത്തത്തിൽ ഞാൻ മിക്സ് ആക്കി വെക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഉള്ളിയും വറ്റൽമുളക് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് മസ്റ്റായിട്ട് എടുക്കൽ നല്ലത്. അത് മൂപ്പിച്ച് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സ്മെല്ലുണ്ട്. തോരന് വറവെല്ലാം ഉണ്ടാക്കുന്ന ടൈമിന് ഇട്ട് കൊടുക്കൂലേ, അതുപോലെ. അത് അധികം നേരം ഒന്നും വെക്കണമെന്നില്ല. ഒന്ന് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്, എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ലേ. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ ചെറിയുള്ളിക്ക് പകരം വെല്ലുള്ളി മുറിച്ചിട്ടിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയുള്ളി എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അരച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അത് ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫ് കറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് അഥവാ കുറവുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വെച്ചതാണ്.
ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കളറുണ്ട് കറി കേട്ടോ. അതുകൊണ്ട് അധികം ഒന്നും മസാല ഒന്നും ഇടേണ്ട വന്നിട്ടില്ല. ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ കുഞ്ഞിപ്പത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നേരത്തെയും കുഞ്ഞിപ്പത്തിൽ തയ്യാറാക്കി വെക്കാം. രാവിലെ ഉരുട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം എല്ലാം കൂടി മിക്സാക്കി കൊടുക്കാം. ഇറച്ചിക്കറിയും അങ്ങനെ തന്നെ ആക്കി വെക്കാം കേട്ടോ. ഞാനിങ്ങനെ തലേന്ന് ബാക്കിയുള്ള ഇറച്ചിക്കറി കൊണ്ട് പുലർച്ചക്ക് മക്കൾക്ക് കുഞ്ഞിപ്പത്തിൽ ഉരുട്ടിയിട്ട് സ്കൂളിൽ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എരിവാണെങ്കിൽ അവർ കഴിച്ചോളും. ഒരുവിധം കുഞ്ഞിപ്പത്തിലും കറിയും എല്ലാം കൂടി ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിൽ കുറച്ച് മല്ലിയില ഞാനിങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്കിത് ടൈറ്റായി വരാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്ന് മൂടി വെച്ചാലും മതി. ഈ കുറച്ച് വെക്കണം കേട്ടോ. തീ കൂടി പോയി കഴിഞ്ഞാൽ അടി പിടിച്ചു പോവും. അങ്ങനെ കുറച്ച് നേരം 1 മിനിറ്റ് മൂടി വെച്ചപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞിപ്പത്തിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. കറിയിൽ കുളിപ്പിച്ച് ബീഫും എല്ലാം ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി വെക്കുക. പ്രത്യേകിച്ചിട്ട് നിങ്ങൾക്ക് ഈ നോമ്പിന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ നോമ്പ് തുറക്കുമല്ല കഴിക്കുന്നത്, മുത്തായത്തിനാണ്. അതായത് യശാല നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ സമയത്താണ് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവാണ്. പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോമ്പുള്ള സമയത്ത് ഇത് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ കഴിക്കുമ്പം ഭയങ്കര റാഹത്താണ്. പ്രത്യേകിച്ചിട്ട് നമ്മൾ കുറേയൊന്നും ഉണ്ടാക്കണമെന്നില്ല. മക്കളെല്ലാം നോമ്പ് വയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ. ഇന്ന് എന്നാ ഉണ്ടാക്കുമെന്ന് എപ്പോൾ മോള് ചോദിക്കും കേട്ടോ. ഇന്ന് നോമ്പോറേൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ടായതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല. ലാസ്റ്റ് മക്കളെല്ലാം എണീറ്റ് പിന്നെ അവർ നിസ്കാരമെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആയിട്ടുണ്ടേനും. മക്കൾസ് എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ മോക്ക് ഞാൻ കുറച്ച് വേവിച്ച കുഞ്ഞിപ്പത്തിൽ ബാക്കി വെച്ചിട്ടുണ്ട്. അഥവാ എരിവുണ്ടെങ്കിൽ ഓൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പം ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യം തന്നെ. റമദാൻ സീരീസ് 12 ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.